ഹായ്. അപ്പോൾ നമ്മളിന്ന് ഏതാണ് സൂഫി പ്രസ്ഥാനമാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ മുന്നേ ഭക്തി പ്രസ്ഥാനം പഠിച്ചല്ലോ അല്ലേ? അത് ഏകദേശം എല്ലാം നിങ്ങൾക്ക് ക്ലിയറായി തോന്നുന്നു. ഇനി നമുക്ക് അടുത്തത് സൂഫി പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അതായത് സൂഫികൾ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഭക്തിയെ ദൈവത്തോട് അടുക്കാൻ, അതായത് ദൈവത്തോട് അടുക്കുവാനുള്ള ഒരു മാർഗമായിട്ട് സ്വീകരിച്ചവരായിരുന്നു ആര്? സൂഫികൾ എന്ന് പറയുന്നത്. അതായത് ഈ ദൈവത്തോട് അടുക്കുവാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് എന്താണെന്നാണ് സൂഫി വര്യന്മാർ കരുതിയിരുന്നത്? അതായത് ഭക്തി ഗാനാലാപനം കേട്ടോ. ഭക്തി ഗാനാലാപനത്തിലൂടെ ദൈവത്തിൻ്റെ അടുത്തിലേക്ക് എത്താൻ സാധിക്കും, അതൊരു മാർഗമായി എത്താൻ സാധിക്കും എന്നൊക്കെയാണ് ആര് കരുതിയിരുന്നത്? സൂഫി വര്യന്മാർ കരുതിയിരുന്നത്. അതായത് ഇതിന് വേണ്ടിയിട്ട് അവരുടെ തത്വങ്ങൾ, ഈ സൂഫി തത്വങ്ങൾ എന്ത് ചെയ്തു? സാധാരണക്കാരുടെ ഇടയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇവരും എന്ത് ചെയ്തു? ദേശസഞ്ചാരം നടത്തിയിരുന്നു. അതുപോലെ സൂഫികൾ പ്രാധാന്യം നൽകിയ കുറച്ച് ആശയങ്ങളാണ് എന്തൊക്കെ? ഏകദൈവ വിശ്വാസം, സാഹോദര്യം, മനുഷ്യസ്നേഹം, ദൈവത്തോടുള്ള സമർപ്പണം തുടങ്ങിയവ. ഓർത്ത് വെക്കാട്ടോ. എന്തൊക്കെയാണ്? ഏകദൈവ വിശ്വാസം, സാഹോദര്യം, മനുഷ്യസ്നേഹം, ദൈവത്തോടുള്ള സമർപ്പണം കേട്ടോ. ഇതാണ് ഇത്രയും കാര്യങ്ങൾക്കാണ് അവർ പ്രാധാന്യം നൽകിയിരുന്നത്. അതുപോലെ സൂഫിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് പദത്തിൽ നിന്നാണ് ഉണ്ടായത്? അതായത് പണ്ടത്തെ പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത് സൂഫിസം എന്ന പദം ഉണ്ടായത് കമ്പിളി എന്ന അർത്ഥം വരുന്ന സുഫ് എന്ന വാക്കിൽ നിന്നോ, അല്ലെങ്കിൽ ശുദ്ധി എന്ന അർത്ഥം വരുന്ന സഫി എന്ന വാക്കിൽ നിന്നോ ആണെന്നാണ്. ഇനി നമ്മൾ സൂഫിസം എന്താണെന്നാണ് പഠിക്കുന്നത്. രൂപം കൊണ്ടതൊക്കെയാണ് പഠിക്കുന്നത്. അതായത് മധ്യേഷ്യൻ പ്രദേശങ്ങളിൽ രൂപം കൊണ്ട ഒരു ഇസ്ലാമിക ഭക്തി പ്രസ്ഥാനമാണ് സൂഫിസം എന്ന് പറയുന്നത് കേട്ടോ. മധ്യേഷ്യൻ പ്രദേശങ്ങളിൽ രൂപം കൊണ്ട ഒരു ഇസ്ലാമിക ഭക്തി പ്രസ്ഥാനമാണ് സൂഫിസം എന്ന് പറയുന്നത്. നമുക്കറിയാം അല്ലേ, പണ്ട് എന്ത് ചെയ്തിരുന്നു? ഈ മധ്യേഷ്യൻ പ്രദേശങ്ങളിലെ ഭരണാധികാരികളൊക്കെ അവർ കൂടുതലും ശ്രദ്ധ കൊടുത്തിരുന്നത് എന്തിനൊക്കെയായിരുന്നു? സമ്പത്ത്, അധികാരം, ആഡംബര ജീവിതം തുടങ്ങിയവയ്ക്കായിരുന്നു. അതായത് എന്ത് ചെയ്തിരുന്നില്ല? ഈ ഭരണാധികാരികൾ അവിടുത്തെ ജനങ്ങളുടെ ക്ഷേമത്തിനോ ഐശ്വര്യത്തിനോ വേണ്ടിയൊന്നും പ്രവർത്തിച്ചിരുന്നില്ല. മറിച്ച് അവരെന്താണ് ചെയ്തിരുന്നത്? സമ്പത്ത്, അധികാരം, ആഡംബര ജീവിതം തുടങ്ങിയ അവരുടെ ലൗകിക കാര്യങ്ങളിലായിരുന്നു അവരെന്ത് ചെയ്തിരുന്നത്? കൂടുതലായിട്ടും ശ്രദ്ധ കൊടുത്തിരുന്നത്. അപ്പോൾ ഇത്തരം പ്രവണതകൾ അല്ലേ, അപ്പോൾ ഇവരുടെ ഇത്തരം പ്രവണതകൾക്ക് എതിരെ വന്ന പ്രസ്ഥാനമാണ് സൂഫി പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഈ ഇന്ത്യയിലേക്ക് ഈ സൂഫി പ്രസ്ഥാനം വന്നു ചേർന്നത് എന്നാണ്? 12-ാം നൂറ്റാണ്ടിലാണ് കേട്ടോ. 12-ാം നൂറ്റാണ്ടിലാണ് ഇന്ത്യയിലേക്ക് ഈ സൂഫി പ്രസ്ഥാനം എത്തിച്ചേർന്നതും. അതായത് ഈ 12 വിഭാഗം സൂഫികളാണ് ഉള്ളത് കേട്ടോ. 12 വിഭാഗം. എത്ര വിഭാഗക്കാരുണ്ട്? സൂഫികൾ എന്ന് പറയുന്നത് 12 വിഭാഗക്കാരാണ്. ഈ 12 വിഭാഗങ്ങളെയും സിൽസിലകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഓർത്ത് വെക്കാട്ടോ. ഈ 12 വിഭാഗങ്ങളെയും സിൽസിലകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ 12 സിൽസിലകളിൽ 2 സിൽസിലകൾ മാത്രമാണ് ഇന്ത്യയിലേക്ക് എത്തപ്പെട്ടത്. ഏതൊക്കെയാണ്? ചിസ്തി അതുപോലെ സുഹ്റവർദി. ഈ 2 വിഭാഗക്കാരാണ് ഇന്ത്യയിലേക്ക് എത്തിപ്പെട്ടത്. അപ്പോൾ ഓർത്ത് വെക്കുക, 12-ാം നൂറ്റാണ്ടിലാണ് ഇന്ത്യയിലേക്ക് സൂഫി പ്രസ്ഥാനം എത്തിച്ചേർന്നത്. അതിൽ സൂഫി വിഭാഗക്കാർ എത്ര പേരുണ്ടായിരുന്നു? 12 വിഭാഗക്കാരായിരുന്നു സൂഫികൾ എന്ന് പറയുന്നത്. അതിൽ 12 വിഭാഗക്കാരെയും സിൽസിലകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതിൽ ചിസ്തി, സുഹ്റവർദി എന്ന് പേരുള്ള 2 സിൽസിലകളായിരുന്നു ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്നത്. അതേപോലെ ഈ സൂഫി ഗുരുക്കന്മാരെന്ന് പറയുന്നവർ അവരുടെ ആഡംബര ജീവിതത്തിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിക്കൊണ്ട് അവരുടെ ആത്മീയ ജീവിതത്തിന് മാത്രം പ്രാധാന്യം നൽകിയവരായിരുന്നു. അതായത് ഈ സൂഫി ഗുരുക്കന്മാരെന്ന് പറയുന്നത് അവരവരുടെ ആഡംബര ജീവിതങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ആത്മീയ ജീവിതത്തിന് മാത്രം പ്രാധാന്യം നൽകിയിരുന്നവരായിരുന്നു. ഈ സൂഫി ഗുരുവിനെ പീർ അഥവാ ഷെയ്ഖ് എന്നും അതുപോലെ അനുയായികളെ മുരീദ് എന്നുമായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്.
ഓർത്ത് വെക്കാട്ടോ. സൂഫി ഗുരുക്കന്മാരെ പീർ എന്നും അതുപോലെ അനുയായികളെ എന്താണ് മുരീദ് എന്നുമാണ്. അതേപോലെ എന്താണ് ഈ സൂഫി കേന്ദ്രങ്ങളിൽ അവരുടെ ഒരു പ്രത്യേക ഗാനാലാപന ശൈലിയാണ്. എന്താണ് സമ കേട്ടോ. സമ എന്ന ഈ സൂഫി കേന്ദ്രങ്ങളിൽ സമ എന്ന ഒരു പ്രത്യേക ഗാനാലാപന ശൈലിയിൽ ആലപിച്ചിരുന്ന ഭക്തി ഗാനങ്ങളാണ് എന്ത് ഗവ്വാലികൾ എന്ന് പറയുന്നത്. എന്താണ് ഗവ്വാലികൾ, ഗവ്വാലി കേട്ടോ. അതായത് എന്താണ് സൂഫി കേന്ദ്രങ്ങളിൽ സമ എന്ന പ്രത്യേക ഗാനാലാപന ശൈലിയിൽ ആലപിച്ചിരുന്ന ഭക്തി ഗാനങ്ങളാണ് എന്ത് ഖവാലികൾ എന്ന് പറയുന്നതും. അതുപോലെ ഇവിടെ കുറച്ച് എന്താണ് ഇന്ത്യയിലെ പ്രധാന സൂഫി വര്യന്മാരും അവരുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് എന്തായാലും ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. അതായത് എന്താണ് ഈ സൂഫി പ്രസ്ഥാനത്തിലെ പ്രധാന സൂഫി വര്യന്മാരും അതുപോലെ അവരുടെ പ്രദേശങ്ങളുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 3 സൂഫി വര്യന്മാരും അവരുടെ പ്രദേശങ്ങളും എന്ത് ചെയ്യുക ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യും ഈ പ്രാദേശിക ഭാഷകളുടെ വളർച്ചയെപ്പറ്റി ചർച്ച ചെയ്യാം അല്ലേ. അതായത് എന്താണ് ഈ ഭക്തി പ്രസ്ഥാനം സൂഫി പ്രസ്ഥാനം വന്നതിലൂടെ പ്രാദേശിക ഭാഷകളിലുണ്ടായ വളർച്ച അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അതായത് ഈ ഭക്തി പ്രസ്ഥാനത്തിലും സൂഫി പ്രസ്ഥാനത്തിലും അതിൻ്റേതായ പ്രചാരകർ എന്ത് ചെയ്തിരുന്നു, സാധാരണക്കാർക്ക് വരെ മനസ്സിലാകുന്ന രീതിയിൽ സമൂഹത്തിൻ്റെ താഴെ തട്ടിലുള്ളവർക്ക് വരെ മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് പ്രാദേശിക ഭാഷകളാണ് ഉപയോഗിച്ചിരുന്നതെന്ന് നമ്മൾ മുന്നേ പഠിച്ചു അല്ലേ. അപ്പോൾ എന്തായി ഇത്തരം പ്രാദേശിക ഭാഷകൾ ഉപയോഗിക്കുന്നതിലൂടെ എന്താക്കപ്പെട്ടു ഇത്തരത്തിലുള്ള പ്രാദേശിക ഭാഷകളുടെ വളർച്ചയ്ക്ക് അതൊരു കാരണമായി. അതായത് തമിഴ്, പഞ്ചാബി, ബംഗാളി, മറാത്തി, തെലുങ്ക്, കന്നഡ, മലയാളം ഇങ്ങനത്തെ തുടങ്ങിയ ഈ ഭാഷകളൊക്കെ എന്തായി ധാരാളം ഭക്തികാവ്യങ്ങൾ രചിക്കപ്പെട്ടു. അതോടെ ഈ പ്രാദേശിക ഭാഷകളിൽ തന്നെ എന്തായി സാഹിത്യകൃതികളും രചിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. ഏതൊക്കെ ഭാഷയാണ്? തമിഴ്, പഞ്ചാബി, ബംഗാളി, മറാത്തി, തെലുങ്ക്, കന്നഡ, മലയാളം കേട്ടോ. ഇത്തരത്തിലുള്ള പ്രാദേശിക ഭാഷകളിൽ ഭക്തി കാവ്യങ്ങളും അതുപോലെ സാഹിത്യ കൃതികളും ഒക്കെ രചിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഇന്ത്യയുടെ സാംസ്കാരിക സമന്വയത്തിന് ഒരു ഉദാഹരണമാണ് ഉറുദു അല്ലേ. അതായത് എന്താണ് പേർഷ്യനും ഹിന്ദിയും ചേർന്നുണ്ടായ ഉറുദു ഭാഷ നമ്മൾ പഠിച്ചു അല്ലേ. പേർഷ്യനും ഹിന്ദിയും ചേർന്നുണ്ടായ ഉറുദു ഭാഷ അല്ലേ. അതാണ് ഇന്ത്യയുടെ സാംസ്കാരിക സമന്വയത്തിൻ്റെ ഉദാഹരണം എന്ന് പറയുന്നത്. അതുപോലെ അക്കാലത്തെ ഉറുദു ഭാഷയിൽ ഇപ്പോൾ ഉണ്ടായ ഈ ഉറുദു ഭാഷയുടെ ഏറ്റവും ശ്രദ്ധേയനായ ഒരു എഴുത്തുകാരനായിരുന്നു ആര്? അമീർ ഖുസ്രു. ഓർത്ത് വെക്കുക കേട്ടോ. ഉറുദു ഭാഷയുടെ ശ്രദ്ധേയനായ ഒരു എഴുത്തുകാരനായിരുന്നു ആര്? അമീർ ഖുസ്രു. അതേപോലെ കബീറിൻ്റെ ദോഹകൾ അത് നമ്മൾ പഠിച്ചു അല്ലേ. എന്താണ് കബീറിൻ്റെ ആശയങ്ങളെല്ലാം ഒരു കൃതിയിലൂടെ അദ്ദേഹം ഒരു കൃതി എഴുതി അതായിരുന്നു അല്ലേ ആലപിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആ കൃതിക്ക് പറയുന്ന പേരാണ് ദോഹകൾ എന്നല്ലേ നമ്മൾ മുന്നേ പഠിച്ചു അല്ലേ. ഭക്തി പ്രസ്ഥാനത്തിൽ നമ്മൾ പഠിച്ചു. അപ്പോൾ ആ കബീറിൻ്റെ ദോഹകൾ ഹിന്ദി ഭാഷയെ സമ്പന്നമാക്കിയെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മഹാഭാരതം, രാമായണം എന്നിവയും മറ്റു കൃതികളും വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ട് മഹാഭാരതം, രാമായണം ഇത് രണ്ടും കൂടാതെ വേറെയും കൃതികളുണ്ട്. ആ കൃതികളും ഒക്കെ എന്ത് ചെയ്യപ്പെട്ടു ഈ മറ്റു ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. ഇതൊക്കെ പ്രാദേശിക ഭാഷയിൽ വന്ന വ്യത്യാസങ്ങളിലെ മാറ്റങ്ങളാണ്. ഇനി താഴെ കുറച്ച് കൃതികളൊക്കെ കൊടുത്തിട്ടുണ്ട്. പ്രാദേശിക ഭാഷയിലുണ്ടായ പ്രധാന സാഹിത്യ കൃതികളും അതിൻ്റെ രചയിതാക്കളുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഈ ടേബിളും പഠിച്ചു വെക്കാട്ടോ. എവിടെയെങ്കിലും വൺ വേർഡ് ചോദിച്ചാൽ മാറിപ്പോവരുത്. അതായത് എന്തൊക്കെയാണ്? തമിഴിൽ ഉണ്ടായ കൃതിയാണ് 4000 ദിവ്യപ്രബന്ധവും തിരുമുറകളും. അത് രചിച്ചതാരാണ്? ആഴ്വാർമാരും നായനാർമാരും. നമ്മൾ പഠിച്ചുല്ലേ ഭക്തിപ്രസ്ഥാനത്തിൻ്റെ തുടക്കം തന്നെ നമ്മൾ പഠിച്ചത് ആഴ്വാർമാരെക്കുറിച്ചും നായനാർമാരെക്കുറിച്ചുമാണ് അല്ലേ. അവരുടെ കൃതിയാണ് 4000 ദിവ്യപ്രബന്ധവും തിരുമുറകളും. പിന്നെ പഠിക്കുന്നത് കന്നഡയിലെ കൃതി വചനങ്ങളിലെ അത് നമ്മൾ പഠിച്ചു. ഇതിൻ്റെ രചയിതാവ് ആരാണ്? ബസവണ്ണ, അക്ക മഹാദേവി, അല്ലമ്മ പ്രഭു. നമ്മൾ പഠിച്ചു അല്ലേ. ബസവണ്ണ രൂപീകരിച്ചതാണ്
ഒരു അനുഭവ മണ്ഡപം അല്ലേ, ആ അനുഭവ മണ്ഡപത്തിൽ വെച്ചിട്ട് എന്താണ് അവർക്ക് അവരുടേതായ ആശയങ്ങളും അതായത് ജാതി മത ഭേദമന്യേ എന്താണ് എല്ലാവർക്കും പങ്കെടുക്കുവാനും അതുപോലെ എന്താണ് അവരുടെ ആശയങ്ങളൊക്കെ പറയുവാനുള്ളൊരു മണ്ഡപമായിരുന്നു അല്ലേ. അങ്ങനെ ഉയർന്നു വന്ന ആശയങ്ങളെ എന്തായിട്ടാണ് പറഞ്ഞിരുന്നത്? വചനങ്ങൾ എന്ന പേരിലാണ് പറഞ്ഞിരുന്നത് അല്ലേ. ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ, പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ ആ വചനങ്ങൾ അപ്പോൾ ഓർത്ത് വെക്കുക. അപ്പോൾ അങ്ങനെയും കൂടി ഓർത്ത് വെക്കുക. വചനങ്ങൾ അതാരാണ്? ബസവണ്ണ, അക്ക മഹാദേവി, അല്ലമ്മ പ്രഭു, ഇവരൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണെന്ന് നമ്മൾ ആ സ്ത്രീ സാന്നിധ്യം ഉണ്ടല്ലോ അല്ലേ, അതിൽ നമ്മൾ പഠിച്ചു അല്ലേ. അക്ക മഹാദേവിയൊക്കെ എന്താണ് ഈ വീരശൈവ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ഒരു ഭാഗമാണെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഇനി അടുത്തത് പ്രാദേശിക ഭാഷ തെലുങ്ക് അല്ലേ. എന്താണ് കൃതി? മഹാഭാരത വിവർത്തനം. രചയിതാവ് ആരാണ്? നന്നയ്യ തിക്കണ്ണ യരപ്രഗത അല്ലേ. അങ്ങനെ ഈ ടേബിൾ മൊത്തം എന്ത് ചെയ്യുക? പഠിക്കുക കേട്ടോ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. എന്താണ്? ഭക്തി സൂഫി ആശയങ്ങളുടെ സ്വാധീനമാണ് നോക്കുന്നത്. അതായത് എന്താണ് നമ്മൾ ഈ ഭക്തി പ്രസ്ഥാനം സൂഫി പ്രസ്ഥാനം വന്നതിലൂടെ അതിലുണ്ടായ സ്വാധീനമാണ് നമ്മൾ ഇനി അടുത്തത് പഠിക്കുന്നത്. അതിൽ കുറച്ച് കൊടുത്തിട്ടുണ്ടല്ലേ. മതസഹിഷ്ണുത, ജാതി വിവേചനത്തിനെതിരെയുള്ള മനോഭാവം, അടിച്ചേൽപ്പിക്കപ്പെട്ട ആചാരങ്ങളെ ചോദ്യം ചെയ്യാനുള്ള മനോഭാവം. അതായത് എന്താണ് ഈ നമുക്കറിയാലേ, പണ്ട് മധ്യകാലഘട്ടങ്ങളിൽ ഒരുപാട് വിവേചനങ്ങൾ നിലനിന്നിരുന്നു അല്ലേ. ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും ലിംഗത്തിൻ്റെ പേരിലൊക്കെ സ്ത്രീ പുരുഷനെന്ന വ്യത്യാസത്തിലൊക്കെ ഒരുപാട് അസമത്വങ്ങളൊക്കെ നിലനിന്ന ഒരു കാലഘട്ടമായിരുന്നു അല്ലേ അത്. അതായത് നമ്മൾ ഇത്തരത്തിൽ ഒരുപാട് ഈ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഭക്തി പ്രസ്ഥാനങ്ങൾ വരുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ ഒരുപാട് സാധാരണക്കാരൊക്കെ ഈ ഭക്തി പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നമ്മളിപ്പോൾ ഈ ചാപ്റ്ററിൽ പഠിച്ചു അല്ലേ. അതായത് അവർ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തുകൊണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ട്, ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും ലിംഗത്തിൻ്റെ പേരിലും തൊഴിലിൻ്റെ പേരിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്ന് നമ്മൾ പഠിച്ചിരുന്നു. ആ നേരിടുന്ന സമയത്താണ് ഈ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഈ ഭക്തി പ്രസ്ഥാനങ്ങൾ കടന്നു ചെല്ലുന്നതും അവരെയൊക്കെ കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ളതും ഒക്കെ അല്ലേ. അതായത് ഇതിൽ പിന്നെ വേറെ പറയുന്നത്, വ്യത്യസ്തമായ മതങ്ങളിലെ ആശയങ്ങളൊക്കെ അതായത് ഓരോ മതത്തിലെയും ആശയങ്ങളൊക്കെ ഈ സാധാരണക്കാരുടെ ഇടയിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രസ്ഥാനങ്ങൾക്ക് സാധിച്ചു. ഈ പ്രസ്ഥാനത്തിലേക്ക് എത്തിപ്പെടുന്നവർ ഒരു ജാതിയിൽപ്പെട്ടവർ തന്നെയൊന്നുമല്ല അല്ലേ. വിവിധ ജാതിയിൽപ്പെട്ട വിവിധ മതത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ എന്ത് ചെയ്യപ്പെട്ടു? ഈ ഭക്തി പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ നമ്മൾ ഇപ്പോൾ ഈ ചാപ്റ്ററിൽ ക്ലിയർ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. പിന്നെ അതുപോലെ ആധുനിക ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഒരു മുദ്രയായില്ലേ. അതായത് പിന്നെ ഇതിൽ കൂടുതലും പറയുന്നത് മതസൗഹാർദ്ദം, നാനാത്വത്തിൽ ഏകത്വം, സാഹോദര്യം, തുല്യത, ബഹുസ്വരത, അതുപോലെ നമ്മൾ പഠിച്ചു ഏകദൈവ വിശ്വാസം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യപ്പെട്ടു ഇതിൽ വന്നതോടെ ഒരുപാട് മാറ്റങ്ങളല്ലേ സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു അല്ലേ. അങ്ങനെ ആ സമൂഹത്തിൽ വന്ന മാറ്റങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത്. ഭക്തി പ്രസ്ഥാനം, സൂഫി പ്രസ്ഥാനം. ഇപ്പോൾ നിങ്ങൾക്ക് 2 ചാപ്റ്ററും അതായത് 2 പ്രസ്ഥാനവും അത്യാവശ്യം നന്നായി മനസ്സിലായെന്ന് തോന്നുന്നു. ഇത് പെട്ടെന്നൊന്ന് ഓടിച്ചു പോയതാണ്. അപ്പോൾ എന്ത് ചെയ്യുക? നന്നായി പഠിക്കുക. ഇനി നമുക്ക് 2 ചാപ്റ്ററും കൂടി റിവൈസ് ചെയ്യാനുണ്ട്. ഇനി അടുത്ത ചാപ്റ്റർ 3ാമത്തെ ചാപ്റ്റർ ഭരണഘടനയാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ ചെയ്യാം. ഇപ്പോൾ ഇതുവരെ പഠിച്ച 2 ചാപ്റ്റേഴ്സ് ക്ലിയർ ആയിട്ട് പഠിക്കുക. ഇനി 2 ചാപ്റ്റേഴ്സും കൂടി ഉണ്ട്. അതും കൂടി നമുക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഈ 2 കൊല്ലത്തെ ഓണപരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് നോക്കാം കേട്ടോ. ബൈ.